ഞാനിപ്പോൾ രാവിലെ 8 മണിക്ക് എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു IPS ഓഫീസറെ കണ്ടിട്ടാണ് വരുന്നത്. എന്തെല്ലാം ഇൻഫർമേഷൻ എന്നെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവർ പല വഴിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നു. എന്തെല്ലാം ഈ നാട്ടിൽ നടക്കുന്നത്? അപ്പം ഞാനിപ്പോൾ ഇത് നിർത്തണോ? ഞാനിത് ആകാശം ഇടിഞ്ഞു വിടാൻ നിർത്തില്ല. അല്ല, ശശിധരൻ വേറൊരു രീതിയാണ്. ശശിധരൻ യഥാർത്ഥത്തിൽ ഈ ഫോൺ കോളിൽ നിങ്ങൾക്ക് കേൾക്കാം സുജിത്ദാസ് പറയുന്നത്. എന്താ പറയുന്നത്? ശശിധരൻ അങ്ങനെ മണ്ണും കല്ലും പിടിച്ച് അങ്ങനെ ഓടട്ടെ. DGPയുടെ എല്ലാ കൊട്ടേഷനും നടത്തി കൊടുക്കാനാണ് അവൻ മണ്ണിന്റെ പിന്നിൽ പോണത്. ഈ സ്റ്റേറ്റ്മെന്റിൽ സുജിത്ദാസ് പറയുന്നുണ്ട്. ഈ കോളാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ കോളോണ്ട് ഞാൻ കൺഫ്യൂസ്ഡാ. സുജിത്ദാസ് പറയുന്നുണ്ട് ഈ MR അജിത് കുമാർ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും, പിന്നെന്താ കൊല്ലിക്കുന്നു ഇത് പറയുന്നുണ്ട്. ഇതിലാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പണിയുണ്ട്, ഇനിയും വരുന്നുണ്ട് സാധനം. ആരാ പറയുന്നത്? ഒരു IPS ഓഫീസർ, കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസറെ പറയാം അയാൾ കൊല്ലും ചെയ്യും, കൊല്ലിക്കും ചെയ്യും കേട്ടോ. ആ വാക്കിൽ ചെറിയ ഒന്ന് കൊല്ലും എന്നുള്ളത് ക്ലിയറാ. രണ്ടാമത്തെ വാക്ക് എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പാർട്ട് ഓഫ് ദാറ്റ്. ഞാൻ മിനിയാന്ന് ആരെ പത്രക്കാർ ചോദിച്ചു, സുജിത്ദാസ് ഈ സ്വർണ്ണക്കേസിൽ പൈസ ഉണ്ടായി? ഞാൻ എനിക്കറിയില്ല. ആ കാര്യം എനിക്കന്ന് അറിയില്ലായിരുന്നു. കുറെ ഇൻഫർമേഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് കിട്ടിയത് രണ്ടും കൂടി മാച്ച് ആവുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് മിനിയാന്ന് രാത്രിയോട് കൂടി ക്ലിയർ പ്രൂഫ് എവിഡൻസ് കസ്റ്റംസ് നിന്ന് ഇവർ ട്രാൻസ്ഫർ ചെയ്ത വാട്സാപ്പ് മെസ്സേജുകൾ കസ്റ്റംസ് ഓഫീസേഴ്സ് വരാമക്കതിലേക്ക് അടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ പരാതി പട്ടികയിൽ ചോദിച്ചപ്പം പറഞ്ഞല്ലോ, ശശി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയുമ്പോൾ പാർട്ടിയിലെ പരാതിയായി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പരാതിയായി. അദ്ദേഹത്തിനെതിരെ ഞാൻ ആർക്കെതിരല്ല. ഞാൻ ജനങ്ങളോട് എനിക്ക് കിട്ടിയ അറിവ് പങ്കെടുക്കുക, ആർക്കും എതിരല്ല. എന്നെ സഹായിക്കാമെന്ന ബഹുഭൂരിപക്ഷം. അതായത് IPS റാങ്കിലെ ഒരു അക്കോർഡിംഗ് ടു മീ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70% ആളുകൾ ഇത് പുറത്തു വിടണം. അതിന് താഴെ 99.9%. ആ 0% എന്ന് പറയുന്നത് ഈ ഡാൻസ് ഓഫ് പോലത്തുള്ള ഇവരുടെ ഈ ക്രിമിനൽ സംഘം മാത്രമേ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. വളരെ പ്രയാസമാണ്. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാകില്ല. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിക്ക് തന്നെ സമർപ്പിക്കും, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ ഡിമാൻഡ് അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ പോലീസിലെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് വിശ്വസ്തരായ ഈ നാടിനോട് കമ്മിറ്റ്മെന്റുള്ള IPS ഓഫീസർമാർ, പോലീസുകാർ, DYSമാർ, CIമാർ, SIമാർ കൂടുന്ന ഒരു കൃത്യമായ സംഘത്തെ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മോണിറ്ററിംഗിൽ ഈ അന്വേഷണം നടത്തണമെന്നുള്ള അപേക്ഷ കൊടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അയാള് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞോ, ഞാൻ മനസ്സിലാക്കിയ എൻ്റെ മുഖ്യമന്ത്രി അയാള് അങ്ങേയറ്റം സത്യസന്ധനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേയറ്റം. അയാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും കൂടി പറഞ്ഞ പാർട്ടിക്ക് മുകളിൽ എന്താ ചോദ്യം? ഏത് ചോദ്യത്തിന്റെ ഉത്തരം? അല്ല നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ചോദ്യം എന്താ? പത്രസമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പത്രക്കാരൻ ചോദിക്കുന്നു, PV അൻവർ പാർട്ടിക്ക് മുകളിലേക്ക് വളരുന്നോ? എന്താ മൂപ്പര് പറയാ? വളരുന്നുണ്ടെന്നോ? ആണോ? ഇറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ കോമൺ ആൻസർ. പാർട്ടിക്ക് മുകളിൽ ആരും വളരൂല. അതിങ്ങനെ അങ്ങോട്ട് വളക്കുക. ആ വളവ് എൻ്റെ അടുത്ത് നിങ്ങൾ വളച്ചോ, അത് ഞാൻ നീർത്തും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തും ചോദിക്കാം കേട്ടോ.
യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ. എല്ലാ കാര്യങ്ങളും MLA-ക്ക് കിട്ടുന്നുണ്ട്, കോൺഗ്രസ് ഉൾപ്പെടെ. MLA-ക്ക് ആരെങ്കിലും ഫോൺ ചോദിച്ചിരുന്നുണ്ടോ? പിന്നെ അമ്മ ഒരു സംവിധാനം തന്നെ ഒരുക്കിയിട്ടില്ലേ? അതിന് നമുക്ക് ഓടിയൊന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് ചിലതൊക്കെ ചോദിക്കണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഇതിലൊരു വാർത്ത ചോദിക്കുകയാണ്. ഇന്നലെ AICC മെമ്പർ സിംഗിൾ ഹോസ്പിറ്റലിൽ കോൺഗ്രസ് പവർ ഗ്രൂപ്പ് പ്രസ്താവന. അയ്യോ, എനിക്ക് ആ പാർട്ടിനെ പറ്റി ഒന്നും അറിയില്ല. കോൺഗ്രസിലെ